പണമിടപാട്, പൂൾ ഇൻകം, യഥാർത്ഥ വളർച്ച എന്നിവയുടെ പിന്നിലെ സത്യം. സമീപ വർഷങ്ങളിൽ ഹൈറിച്ചിനെക്കുറിച്ച് പലരും തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ഇതിനെ ഒരു മണി റൊട്ടേഷൻ, ഒരു തട്ടിപ്പ്, അല്ലെങ്കിൽ വെറുമൊരു മണി ചെയിൻ എന്നൊക്കെ വിളിക്കുന്നു. എന്നാൽ ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ ഒന്നുകിൽ കാര്യമായ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അധികാരം നൽകുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള ഭയമാണ് കാരണം. സത്യം നമുക്ക് വ്യക്തവും ഉറച്ചതുമായി വിശദീകരിക്കാം. ഹൈറിച്ച് ഒരു പോൺസി സ്കീം അല്ല. ഇതൊരു മണി ചെയിൻ അല്ല. ഒരു പോൺസിയിലോ മണി ചെയിനിലോ സംഭവിക്കുന്നത് പുതിയ ആളുകളിൽ നിന്ന് പണം വാങ്ങി പഴയ ആളുകൾക്ക് നൽകുന്നു. ഇവിടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഇല്ല, വെറും വാഗ്ദാനങ്ങൾ മാത്രം. പുതിയ ആളുകൾ ചേരുന്നത് നിർത്തിയാൽ ഈ സിസ്റ്റം തകരും. എന്നാൽ ഹൈറിച്ച് ഇതിന് നേർവിപരീതമാണ്. ഹൈറിച്ചിൽ ഓരോ പേയ്മെന്റും യഥാർത്ഥ ഉൽപ്പന്നം വാങ്ങുന്നതിനുള്ള മുൻകൂറാണ്. ഉപഭോക്താവിന് അവരുടെ പണത്തിന്റെ പൂർണ്ണ മൂല്യം സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു കൂപ്പൺ ലഭിക്കുന്നു. ആ കൂപ്പൺ ഉപയോഗിച്ച് പലചരക്ക് സാധനങ്ങൾ, ദൈനംദിന ആവശ്യങ്ങൾ എന്നിവയും മറ്റും വാങ്ങാൻ കഴിയും. ഒരാൾക്കും പണം നഷ്ടപ്പെടുന്നില്ല, ആരും വഞ്ചിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതൊരു നിക്ഷേപമല്ല, ഇതൊരു മുൻകൂട്ടി നടത്തുന്ന ഷോപ്പിംഗ് ആണ്. 2019 അഡ്വാൻസ് പേയ്മെന്റ് ആക്ട് BUDS ആക്ട് അനുസരിച്ച് ഇത് പൂർണ്ണമായും അനുവദനീയമാണ്. റെഫറൽ കമ്മീഷൻ ഇതെന്തുകൊണ്ട് നിയമപരവും യുക്തിസഹവുമാണ്? ഒരാളുടെ റെഫറലിലൂടെ ഒരു ഉപഭോക്താവ് ചേരുമ്പോൾ റെഫർ ചെയ്ത വ്യക്തിക്ക് ഒരു കമ്മീഷൻ ലഭിക്കുന്നു. ഇതൊരിക്കലും ഒരാളുടെ പണം എടുക്കലല്ല, ഇതൊരു മാർക്കറ്റിംഗ് കമ്മീഷനാണ്. ഇതുപോലെ ആമസോൺ അഫിലിയേറ്റ് ലിങ്കുകൾക്ക് പണം നൽകുന്നു. ഇൻഷുറൻസ് ഏജന്റുമാർക്ക് 1% കമ്മീഷൻ ലഭിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്ക് ഒരു വാങ്ങുന്നയാളെ കൊണ്ടുവരുന്നതിന് കമ്മീഷൻ ലഭിക്കുന്നു. ഹൈറിച്ചിൽ റെഫർ ചെയ്ത വ്യക്തിക്ക് ഒരു പ്രതിഫലം ലഭിക്കുന്നു. പുതിയ ഉപഭോക്താവിന് അവരുടെ പണത്തിന്റെ 100% മൂല്യം കൂപ്പൺ രൂപത്തിൽ സുരക്ഷിതമായി ലഭിക്കുന്നു. ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇത് വ്യക്തവും നിയമപരവും ന്യായവുമാണ്. പൂൾ ഇൻകം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ബോണസ്. ചില ആളുകൾ വിളിച്ചു പറയുന്നു, പൂൾ ഇൻകം കമ്പനിയെ പാപ്പരാക്കും, ഇത് നിലനിൽക്കില്ല. അവർക്ക് മനസ്സിലാകാത്തത് ഇതാണ്: പൂൾ ഇൻകം ഒരു സ്ഥിര ശമ്പളമല്ല, ഇതൊരു വേരിയബിൾ ബോണസാണ്. ഇത് യഥാർത്ഥ കൂപ്പൺ വിൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു ഉപഭോക്താവ് ഒരു റിഡീം കൂപ്പൺ വാങ്ങുമ്പോൾ, ഉദാഹരണത്തിന് 10,000 രൂപ, കമ്പനിക്ക് അത് മുൻകൂറായി ലഭിക്കുന്നു. ആ 10,000 രൂപയിൽ നിന്ന് കമ്പനി ഒരു ചെറിയ ശതമാനം ഒരു ഷെയർഡ് പൂൾ ഫണ്ടിലേക്ക് മാറ്റുന്നു. ആ ഫണ്ട് പിന്നീട് മുമ്പ് കൂപ്പൺ വാങ്ങിയ മറ്റു ഉപഭോക്താക്കൾക്ക് ബോണസ് ഇൻകമായി വിതരണം ചെയ്യുന്നു. ഇതൊരു തട്ടിപ്പല്ല, മണി റൊട്ടേഷൻ അല്ല. ഇത് യഥാർത്ഥ കൂപ്പൺ വിൽപ്പനയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു സിസ്റ്റം ബേസ്ഡ് ബോണസാണ്. ഏറ്റവും പ്രധാനമായി ഈ സിസ്റ്റം BUDS അഭിനാത്രി അനുസരിച്ച് നിയമപരമാണ്. മുൻകൂട്ടി പണമടയ്ക്കുന്ന ഉപഭോക്താക്കൾക്ക് അധിക ആനുകൂല്യങ്ങളോ ബോണസുകളോ നൽകാൻ കമ്പനികളെ ഈ നിയമം വ്യക്തമായി അനുവദിക്കുന്നു. ഒരാൾക്കും പണം നഷ്ടപ്പെട്ടിട്ടില്ല, അത് മാത്രം മതി എല്ലാം തെളിയിക്കാൻ. ഇതുവരെ ഒരു ഉപഭോക്താവ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പണം നൽകി എനിക്കൊന്നും ലഭിച്ചില്ല. കാരണം ഓരോ ഉപഭോക്താവിനും കൂപ്പണുകളിലൂടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യം ലഭിക്കുന്നു. അവർക്ക് അത് എപ്പോൾ വേണമെങ്കിലും റിഡീം ചെയ്യാം. അവരുടെ പണം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഒരാൾക്കും പണം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ നിയമവിരുദ്ധമാകും? ആദ്യകാല വളർച്ചാഘട്ടം വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവഴിക്കുന്നു, അത് കുഴപ്പമില്ല. ചില ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം: കമ്പനി ലാഭം നേടുന്നതിനു മുമ്പ് എന്തിനാണ് കമ്മീഷനുകളും ബോണസുകളും നൽകുന്നത്? സത്യം ഇതാണ്: ഹൈറിച്ച് ഒരു യുവ കമ്പനിയാണ്. ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഓരോ സ്റ്റാർട്ടപ്പിനെയും പോലെ ഇത് അതിന്റെ വികസന ഘട്ടത്തിലാണ്. അതിനർത്ഥം ഇത് ഉപഭോക്തൃ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ നിക്ഷേപം നടത്തുന്നു. ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി കമ്മീഷനുകളും പൂൾ ഇൻകവും നൽകുന്നു. ഇത് ലാഭത്തേക്കാൾ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേടിഎം പോലുള്ള ഭീമന്മാർ പോലും വർഷങ്ങളോളം നഷ്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം വളർച്ചയാണ് എപ്പോഴും ലാഭത്തിനു മുൻപേ വരുന്നത്. പൂൾ ഇൻകമോ റെഫറൽ റിവാർഡുകളോ നൽകുന്നത് ഒരു തെറ്റല്ല. ഇതൊരു ശക്തമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു മികച്ച തന്ത്രമാണ്. നിങ്ങൾ പുതിയ ആളുകളുടെ പണം ലീഡേഴ്സിന് നൽകുന്നു, ഒരു തെറ്റായ വാദം. ചില ആളുകൾ ഉന്നയിക്കുന്ന ഏറ്റവും ബാലിശമായ വാദം ഇതാണ്: പുതിയ ആളുകളുടെ പേയ്മെന്റുകൾ ഉപയോഗിച്ചാണ് അവർ പഴയ ലീഡേഴ്സിന് പണം നൽകുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്: ഒരു പുതിയ ഉപഭോക്താവ് ഒരു റിഡീം കൂപ്പൺ വാങ്ങാൻ പണം നൽകുന്നു. അവരുടെ പേയ്മെന്റ് പൂർണ്ണമായും റിഡീം ചെയ്യാവുന്ന ഒരു ഉൽപ്പന്ന കൂപ്പണായി സൂക്ഷിക്കുന്നു. ആരെങ്കിലും അവരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെഫർ ചെയ്ത വ്യക്തിക്ക് സിസ്റ്റത്തിൽ നിന്ന് ഒരു കമ്മീഷൻ ലഭിക്കുന്നു. എന്നാൽ ഉപഭോക്താവിന്റെ പണം ഷോപ്പിംഗ് മൂല്യമായി അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഒന്നും മോഷ്ടിക്കപ്പെടുന്നില്ല, ആരും വഞ്ചിക്കപ്പെടുന്നില്ല. ഇതൊരു സുതാര്യമായ റിവാർഡ് മോഡലാണ്, നിയമവിരുദ്ധമായ മണി റൊട്ടേഷൻ അല്ല. ഇതൊരു പ്രസ്ഥാനമാണ്, വെറുമൊരു ബിസിനസ് അല്ല. ഹൈറിച്ച് പുതിയൊരു കാര്യമാണ് സൃഷ്ടിക്കുന്നത്: സാധാരണക്കാർക്ക് ഒരുമിച്ച് സമ്പാദിക്കാനും വളരാനും കഴിയുന്ന ഒരു സിസ്റ്റം. ഇത് പുതിയതും വ്യത്യസ്തവുമായതുകൊണ്ട് ചില ശക്തരായ ആളുകൾക്ക് ഇതിനെ ഭയമാണ്. ഇതൊരു നിയമവിരുദ്ധമായ കാര്യം കൊണ്ടല്ല അവർ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത്, മറിച്ച് അവർക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. ഇതൊരു തട്ടിപ്പല്ല, ഇതൊരു മണി ചെയിൻ അല്ല, ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ്. ഇതിന്റെ സമയം വന്നെത്തിയിരിക്കുന്നു. അവസാന വാക്കുകൾ:
നിങ്ങൾ സത്യത്തോടൊപ്പമാണെങ്കിൽ, ന്യായബോധത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വളർച്ചയ്ക്കും അവസരങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഹൈറിച്ചിനൊപ്പം ശക്തമായി നിൽക്കുക. കാരണം ഇത് തുടക്കം മാത്രമാണ്. സത്യം എപ്പോഴും വിജയിക്കും.